മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റെയറയുടെ സ്ഥാനം തെറിച്ചേക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുൻ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദ് രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന താരമായ കോമി പേപ്പറയുടെ ബ്ലാസ്റ്റേഴ്സിലുള്ള കരിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് താരമായിട്ടുള്ള നവോച്ച സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് 2028 വരെ നിലനിർത്തിയതായിക്കൊണ്ട് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. തുടരെ മാനേജ്മെന്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധങ്ങളുടെ ശക്തി കുറയ്ക്കാനാണ് ഇത്തരത്തിലൊരു കരാർ പുതുക്കൽ നടത്തിയതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും കമന്റുമായി രംഗത്ത് വരുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റെയറ ബാംഗ്ലൂർ എഫ്സിക്കെതിരായ മത്സരത്തിന് ശേഷം തുടർ തോൽവി വളരെയധികം നിരാശനാണെന്നും മിക്കാൽ സ്റ്റെയർക്കുമേൽ ഇപ്പോൾ സമ്മർദ്ദങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ജിക്സിന്റെ റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ നമുക്കറിയാം റൈറ്റ് ബാക്കിൽ ഇപ്പോൾ സന്ദീപ് സിംഗ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ബ്ലാസ്റ്റേഴ്സിനില്ല. റൈറ്റ് ബാക്കിലേക്കും അങ്ങനെ 2 സൈനിങ്ങുകൾ നടത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന രീതിയിൽ ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന താരമായ കോമി പേപ്പറയുടെ കരാറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ പേപ്പറയുടേത് അവസാനിക്കും. എന്നാൽ പെപ്രയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കരാർ പുതുക്കുന്നില്ല എന്നും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ഗാന താരമായ കോമി പെപ്ര ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ശനിയാഴ്ച മോഹൻ ബഗാനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത്. നമുക്കറിയാം സഹൽ ഇപ്പോൾ മോഹൻ ബഗാൻ താരമാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സഹൽ അബ്ദുൾ സമദ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാനിവിടെ ബഗാനിൽ വളരെ വലിയ രീതിയിൽ ഹാപ്പിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തൻ്റെ പഴയ ടീമാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചുകൊണ്ട് 3 പോയിന്റ് സ്വന്തമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ മലയാളി സൂപ്പർ താരമായിരുന്ന സഹൽ അബ്ദുൾ സമദ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഏതായാലും സഹലിന്റെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.